പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെയാണ് ലോകം ഇന്ന് കടന്നുപോകുന്നത്. അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ശത്രുത കേവലം പ്രാദേശികമായ തർക്കങ്ങൾക്കപ്പുറം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിലേക്ക് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി ഏഷ്യൻ ശക്തികളായ പാകിസ്ഥാനും ചൈനയും ചേർന്ന് മുന്നോട്ട് വെച്ച 5 ഇന സമാധാന പദ്ധതി അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എന്നാൽ സമീപകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളും ഇറാൻ ആണവ പ്രതിരോധ നയങ്ങളും ഈ കനലിനെ വലിയൊരു അഗ്നിപർവ്വതമാക്കി മാറ്റി. പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/3 കടന്നു പോകുന്ന ഈ പാതയുടെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാണ്. ഇത് തടസ്സപ്പെട്ടാൽ ആഗോള സമ്പദ് വ്യവസ്ഥ തകരുമെന്ന ഭീതിയിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനു മുൻപും നടന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് 21 മണിക്കൂർ നീണ്ടുനിന്ന അതിനിർണായകമായ ചർച്ചകൾ ഇതിന്റെ ഭാഗമായിരുന്നു. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉന്നതതല പ്രതിനിധികൾ പങ്കെടുത്ത ആ ചർച്ചയിൽ ഇസ്രയേലിന്റെയും ഇറാന്റെയും പ്രതിനിധികളെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താനായിരുന്നു ശ്രമം. എന്നാൽ ഇറാൻ ഉന്നയിച്ച ഉപരോധം പിൻവലിക്കണമെന്ന ആവശ്യവും ഇസ്രയേൽ ഉന്നയിച്ച ഇറാന്റെ ആയുധ ശേഖരം കുറയ്ക്കണമെന്ന ആവശ്യവും ഇരു വിഭാഗവും അംഗീകരിക്കാത്തതിനെ തുടർന്ന് ആ ചർച്ചകൾ പരാജയപ്പെട്ടു. ഈ പരാജയത്തിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത താക്കീതുമായി രംഗത്തെത്തിയത്.